നിനക്കൊരു കാര്യം അറിയും, ഇവിടെ ഈ മാവില്ലേ, ഈ കാണുന്ന മാവ്, ഇവിടെയാണ് ആ ലക്ഷ്മി തൂങ്ങിച്ചത്തത്. ആ ലക്ഷ്മിയുടെ പ്രേതം ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പോഴും ആളുകളുടെ വിചാരം. എന്താ കാര്യം എന്നറിയും? ഇന്നലെ വൈകിട്ട് നമ്മുടെ രാമൻകുട്ടി ഒരു 11:30 മണി കഴിഞ്ഞ് ഇതിലെ വരുമ്പോഴേ ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു കുട്ടി അവിടെ നിൽക്കുന്നു. ആ കുട്ടി ഇവൻ്റെ പുറകെ ചെന്നിട്ട് ഇങ്ങ് വാ, എനിക്ക് ദാഹിക്കുന്നു, ചോര കുടിക്കണമെന്ന് പറഞ്ഞെന്ന്. ഇവൻ ആകപ്പാടെ പേടിച്ച് വിറച്ച് ഓടി ഒരു കണക്കിന് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അവൻ്റെ അമ്മ പറയുന്നതേ അതന്ന് തൂങ്ങിച്ചത്ത ലക്ഷ്മിയുടെ പ്രേതമാണെന്ന്. മനസ്സിലായ? ഇപ്പോൾ ഏട്ടൻ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമായില്ലല്ലോ. എടീ, അവളുടെ പ്രേതം ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. അതുകൊണ്ടേ നീ ഇനി ആ വഴിക്കൊന്നും ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. നിനക്കിങ്ങനെ കറങ്ങാൻ പോണൊരു പരിപാടി ഉണ്ടല്ലോ. ഞാനിവിടെ നിന്ന് ഒരാഴ്ച എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ നീ ഇങ്ങനെ സിനിമക്കൊക്കെ പോയിട്ട് ബൈക്ക് കൊടുത്ത് കറങ്ങി അടിച്ച് വരുമ്പോഴേ ഇതുപോലെ കണ്ട് പേടിച്ച് പറച്ച് എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ ദേവി. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. അവൾ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. പണ്ടേ അവളെ നീ കോമ്പസ് വെച്ച് കുത്തിയത് ഓർമ്മയുണ്ട? നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിക്കുമ്പോഴേ നിൻ്റെ ചോറിലിരുന്ന മീൻകറി വാരിത്തിന്നെന്നും പറഞ്ഞ് ഓർമ്മയുണ്ടോ നീ കുത്തിയത്? നീ സൂക്ഷിച്ചോ, അവളിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടാ. എന്ത് ഏട്ടൻ പേടിപ്പിച്ചല്ലടി കാര്യം പറഞ്ഞല്ലേ? ഏട്ടൻ എന്താ നിന്നെ പേടിപ്പിക്കണത്? നിന്നോട് ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി കേട്ടോ. എന്താണ് വിശ്വാസം ഇല്ലെന്ന്? എങ്കിൽ നീ പോയിക്കോ, രാത്രി നീ സിനിമ കണ്ടൊക്കെ കറങ്ങി അടിച്ച് വാ, അവൾ നിന്നെ പിടിച്ചോളൂ.